എൻ്റെ അമ്മയാ, കാശി പതിഞ്ഞ സ്വരത്തിൽ അനഘയോടായി പറഞ്ഞു. അനഘ വിശ്വാസം വരാതെ കാശിയെ നോക്കി. അനഘയുടെ നോട്ടം കണ്ട കാശി ഒന്ന് ചിരിച്ച് എന്തോ പറയാനായി നോക്കിയപ്പോഴാണ് ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ടത്. അനഘയോട് പിന്നെ പറയാമെന്ന് പറഞ്ഞ് കാശി ഫോണിലേക്ക് മുഖം താഴ്ത്തി. അനഘ കാശിയെ ഒന്ന് നോക്കി ആൽബം അടച്ചു വെച്ച് അപ്പോഴേക്കും വിച്ചു അങ്ങോട്ടെത്തി. ചേച്ചി ഫോട്ടോസ് എല്ലാം നോക്കിയോ? ഈ ഇരിക്കുന്നത് പോലെയൊന്നുമല്ല ആള്, മഹാ അലമ്പ് പാർട്ടിയാ, ഇപ്പോൾ ഉള്ളത് വെറും ഷോ ആണ്. വിച്ചു കാശിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. കാശി പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. വിച്ചു പറഞ്ഞത് വിഷമമായി കാണുമെന്നാണ് അനഘ കരുതിയത്. എന്നാൽ കാശി പോയ പോലെ തന്നെ തിരിച്ചു വന്ന് വിച്ചുവിൻ്റെ ഇടത്തേക്കായി പിന്നിലേക്ക് പിടിച്ച് തിരിച്ചു. ഡി കുരുട്ടെ ഉണ്ടക്കണ്ണി, ആരടി ഷോ കാണിക്കുന്നത്? അലമ്പ് ഞാനല്ല, നീയാടി കുണ്ടുമുളകെ. കാശിയുടെ പിടുത്തം വിടാൻ വിച്ചു കുതറുന്നുണ്ടായിരുന്നു. എന്നാൽ കാശിയുടെ കൈയുടെ ബലം കാരണം അവളെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവസാന ശ്രമം എന്നോണം വിച്ചു കാശിയുടെ മുടിയിൽ പിടിച്ചു വലിച്ചു. കാശിക്ക് വേദന എടുത്തെങ്കിലും കയ്യിലെ പിടിവിടാതെ തന്നെ നിന്നു. വിച്ചുവിൻ്റെ കയ്യിലെ പിടുത്തം മുറുകുന്നതിനനുസരിച്ച് അവൾ കാശിയുടെ മുടി പിടിച്ചു വലിച്ചു. ഇവരുടെ പരാക്രമങ്ങൾ കണ്ട് അനഘയ്ക്ക് തൻ്റെ ചിരി പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ആരുടെയോ ചിരി കേട്ട് പിടിവലി നിർത്തിയ കാശിയും വിച്ചുവും നോക്കിയപ്പോൾ കണ്ടത് അനഘ പൊട്ടിച്ചിരിക്കുന്നതാണ്. കാശിയുടെയും വിച്ചുവിൻ്റെയും തുറിച്ചു നോട്ടം കണ്ട അനഘ വാ പൊത്തി പിടിച്ച് അവരെ നോക്കി. അവർ രണ്ടുപേരും അനഘയുടെ അടുത്തേക്ക് നടന്ന് അനഘ പെട്ട അവസ്ഥയായി. വിച്ചു, പിടിക്കവളെ. കാശി പറഞ്ഞത് കേട്ട് അനഘയെ പിടിക്കാൻ ചെന്ന വിച്ചുവിനെ ചിരിച്ചുകൊണ്ട് തള്ളി മാറ്റി അനഘ ബാൽക്കണിയിൽ നിന്നും ഹാളിലേക്ക് ഓടി. പിന്നാലെ കാശിയും വിച്ചുവും. മുകളിലത്തെ ബഹളം കേട്ട് വന്ന സേതുവിൻ്റെയും ഭവാനിയുടെയും പിന്നിലായി അനഘ ഒളിച്ചു നിന്നു. അമ്മേ, അച്ഛ, മാറി നിൽക്ക്, ഞങ്ങൾ കളിയാക്കി ചിരിച്ചിട്ട് അങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട. കാശിയും വിച്ചുവും അനഘയെ പിടിക്കാനായി നോക്കി. അമ്മേ, അച്ഛ മാറില്ലേ പ്ലീസ്, അവൾ അവരുടെ പിറകിൽ നിന്നും പറഞ്ഞു. മതി മതി, മോളയിട്ട് ഓടിക്കല്ലേ. ഭവാനി പറഞ്ഞതൊന്നും കാശിയും വിച്ചുവും കേട്ടില്ല. മാറി നിൽക്കടാ, മതി എൻ്റെ കുട്ടിയായിട്ട് കളിപ്പിച്ചത്. സേതു കാശിക്കും വിച്ചുവിനും ഓരോ അടി കൊടുത്ത് അനഘയെ ചേർത്ത് പിടിച്ചു. അനഘ സേതുവിനും ഭവാനിക്കും ഇടയിൽ നിന്ന് രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. അനഘയുടെ മുഖത്തെ സന്തോഷം കണ്ട കാശിയും വിച്ചുവും പരസ്പരം നോക്കി ചിരിച്ചു. പിറ്റേ ദിവസം ഞായറാഴ്ചയായിരുന്നു. രാജീവും പ്രിയയും കാശിയെ വിളിച്ചു വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. കൂടെ അനഘയെ കൂട്ടാൻ പറയാനും മറന്നില്ല. അനഘ ആദ്യം ഒന്ന് മടിച്ചെങ്കിലും പിന്നെ കൂടെ പോവാമെന്ന് സമ്മതിച്ചു. വിച്ചുവിന് അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാനുണ്ടായിരുന്നതിനാൽ അവളും അവരുടെ കൂടെ ഇറങ്ങി. രാജീവിൻ്റെ വീടിനടുത്ത് തന്നെയായിരുന്നു അവളുടെ ഫ്രണ്ടിൻ്റെ വീടും. അവരെല്ലാവരും കൂടെ ഉച്ചയ്ക്ക് മുൻപ് വീട്ടിലെത്തി. രാജീവിൻ്റെ വീട്ടിൽ അവരോടൊപ്പം അവൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സഹോദരിയുടെ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു. അവിടെ ചെന്ന് അനഘയോട് ഒരു സഹോദരിയോടെന്ന രീതിയിലായിരുന്നു രാജീവും പ്രിയയും ഇടപെട്ടത്. രാജീവിൻ്റെ അമ്മയ്ക്കും അനഘയെ ഒരുപാട് ഇഷ്ടമായി. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവർ ഒരുപാട് സമയം സംസാരിച്ചു. പ്രിയ അനഘയോട് പ്രഗ്നൻസി സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. അടുത്ത ആഴ്ച ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനും പറഞ്ഞു. അവർ പോവാനായി ഇറങ്ങി. വിച്ചു അവളുടെ ഫ്രണ്ട് കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞതിനാൽ അനഘയും കാശിയും വീട്ടിലേക്ക് തിരിച്ചു. അനഘ കാശിയോട് ഭവാനിയെക്കുറിച്ച് ചോദിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും എങ്ങനെ തുടങ്ങണമെന്നറിയാതെ ബുദ്ധിമുട്ടി. അവസാനം രണ്ടും കൽപ്പിച്ച് അനഘ കാശിയെ വിളിച്ചു. ഡോക്ടറെ. ഡ്രൈവിങ്ങിനിടയിൽ കാശി അനഘയെ നോക്കാതെ തന്നെ ഒന്ന് മൂളി. അതെ, ഡോക്ടർ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ? കാശി എന്താണെന്ന അർത്ഥത്തിൽ അനഘയെ നോക്കി പിരികം പൊക്കി. അത് ആ ഫോട്ടോ. അനഘയെ ഒന്ന് നോക്കി ചിരിച്ച് കാശി ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു. അനഘയ്ക്ക് ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി. കാറ് കുറച്ചു നേരം ഓടിയ ശേഷം കാശി സൈഡിലേക്ക് ഒതുക്കി. ഡോറ് തുറന്ന് കാശി ഇറങ്ങി അനഘയുടെ ഡോറ് തുറന്ന് പിടിച്ച് അവളോട് ഇറങ്ങാൻ പറഞ്ഞു. വഴിയരികിൽ മുള കൊണ്ടോ മറ്റോ നിർമ്മിച്ച ഒരു ഇരിപ്പിടത്തിൽ ഇരുന്ന് കാശി അനഘയെ അങ്ങോട്ടേക്ക് വിളിച്ചു. അനഘ കാശിയുടെ അടുത്തായിരുന്നു. ആ ഫോട്ടോയിൽ കണ്ടതാണ് എൻ്റെ അമ്മ. കാശി അനഘയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അപ്പോൾ വീട്ടിൽ? അതും എൻ്റെ അമ്മയാ. അനഘ ഒന്നും മനസ്സിലാകാതെ കാശിയെ നോക്കി. ജന്മം തന്നാൽ മാത്രമേ അമ്മയാവൂ എന്നില്ലല്ലോടോ. കാശി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വസുന്ധര എന്നായിരുന്നു എൻ്റെ അമ്മയുടെ പേര്. ആ കണ്ണുകളിൽ ഇപ്പോഴും കുസൃതിയും ചുണ്ടുകളിൽ ചിരിയും മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ. അമ്മയുടെ മുടിക്ക് എപ്പോഴും മുല്ലപ്പൂവിൻ്റെ സുഗന്ധമായിരുന്നു. താൻ കണ്ടിട്ടില്ലേ എൻ്റെ മുറിയിലെ മുല്ലച്ചെടി? ആ പൂവിൻ്റെ ഗന്ധം എനിക്ക് അമ്മയുടെ സാമീപ്യമായിട്ടാണ് തോന്നാറ്. എൻ്റെ ലോകം തന്നെ അമ്മയായിരുന്നു. അച്ഛനോട് പോലും അത്രയും അടുപ്പം എനിക്ക് അന്ന് തോന്നിയിട്ടില്ലായിരുന്നു. ഞങ്ങളൊന്ന് അച്ഛൻ്റെ തറവാട്ട് വീട്ടിലായിരുന്നു താമസം.
ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്ന് ഞാൻ പതിവ് പോലെ എന്നെയും കാത്തു നിൽക്കുന്ന അമ്മയെ കണ്ടു. എന്നാൽ ആ മുഖത്ത് പതിവ് പുഞ്ചിരിയോ കണ്ണുകളിലെ തിളക്കമോ ഉണ്ടായിരുന്നില്ല. എന്നെ കണ്ടതും അമ്മ ഓടിയെത്തി മാറോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും അമ്മയുടെ മുഖത്ത് തെളിച്ചം കാണാൻ സാധിച്ചിരുന്നില്ല. ഞാൻ കാരണം ചോദിച്ചെങ്കിലും ഒരു വാടിയ പുഞ്ചിരിയായിരുന്നു മറുപടി. ഒരു ദിവസം സ്കൂളിലേക്ക് വന്ന അയൽ വീട്ടിലെ ചേട്ടൻ്റെ കൂടെ വീട്ടിലേക്ക് ചെന്ന് എന്നെ കാത്തു നിന്നത് അമ്മയുടെ വെള്ള പുതച്ച ശരീരമായിരുന്നു. ഒന്ന് ചലിക്കാൻ പോലും ആവാതെ വിറങ്ങലിച്ച് നിൽക്കാനേ അന്നത്തെ 9 വയസ്സുകാരന് കഴിഞ്ഞിരുന്നുള്ളൂ. അമ്മയുടെ ചിത കത്തിയെരിയുന്നത് കണ്ട് അതിലേക്ക് ചാടാൻ പോയ എന്നെ എല്ലാവരും ചേർന്ന് പിടിച്ചു വെക്കുകയായിരുന്നു. അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമറിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു എന്ന് പിന്നെയാണ് അറിഞ്ഞത്. പിന്നീട് അങ്ങോട്ട് എല്ലാവരിൽ നിന്നും ഞാൻ ഉൾവലിഞ്ഞു. ആരോടും കൂട്ടുകൂടാതെയായി. അമ്മ പോയി 1 വർഷമായ ശേഷമാണ് അച്ഛമ്മയുടെ നിർബന്ധപ്രകാരം വേറെ കല്യാണം കഴിക്കുന്നത്. അങ്ങനെയാണ് ഭവാനി അമ്മ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അമ്മ മരിച്ചെന്ന് അപ്പോഴും വിശ്വസിക്കാതിരുന്ന എനിക്ക് അമ്മയുടെ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. അതുവരെ അടക്കി വെച്ചിരുന്ന ദേഷ്യവും വാശിയും വെറുപ്പുമെല്ലാം അവരിലേക്ക് വായി. ഞാനത്ര വെറുപ്പും വാശിയും കാണിച്ചാലും ഭവാനിക്കുട്ടി പരാതിയോ പിണക്കമോ കാണിക്കാതെ എന്നോട് അടുക്കാൻ ശ്രമിച്ചിരുന്നു. കാശിയുടെ ഓർമ്മകളിലേക്ക്. ഒരു ദിവസം സേതുവും അമ്മയും സേതുവിൻ്റെ ബന്ധുവീട്ടിൽ പോയിരുന്നു. കാശിക്ക് സ്കൂളുള്ളതിനാൽ ഭവാനി വീട്ടിൽ തന്നെ നിന്നു. ക്ലാസ് കഴിഞ്ഞ് വന്ന കാശി ഭവാനി മാത്രമാണ് ഉള്ളതെന്നറിഞ്ഞ് ബാഗ് ഉമ്മറത്തേക്ക് വെച്ച് തിരിച്ചു പുറത്തേക്ക് പോവാനൊരുങ്ങി. അപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങിയിരുന്നു. ഭവാനി പറയുന്നത് വകവയ്ക്കാതെ കാശി മഴയത്തേക്ക് ഇറങ്ങാൻ നോക്കി. തടയാൻ ചെന്ന ഭവാനിയോട് ദേഷ്യത്തിൽ സംസാരിച്ച് പുറത്തേക്കിറങ്ങി. തറവാട്ടിലെ കുളത്തിനരികിലേക്കായിരുന്നു കാശി ചെന്നത്. പടിക്കെട്ടിൽ ചവിട്ടിയ കാശി വഴിക്ക് തലയിടിച്ച് പിന്നിലോട്ട് വീണു. തല പൊട്ടി ചോരയൊഴുകി. വേദന സഹിക്കാതെ കാശി കരഞ്ഞെങ്കിലും ആ മഴയിൽ അവൻ്റെ സ്വരം അലിഞ്ഞു പോയിരുന്നു. കാശിയുടെ കണ്ണുകൾ അടഞ്ഞുപോയി. പിന്നീടെപ്പോഴോ തന്നെയും എടുത്ത് മഴയെ വകവയ്ക്കാതെ കരഞ്ഞോണ്ടോടുന്ന ഭവാനിയെ പാതിയടഞ്ഞ കണ്ണുകൾക്കിടയിലൂടെ കണ്ടു. പിന്നെ കാശി കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റലായിരുന്നു. ആദ്യം കണ്ടത് ഭവാനി അമ്മയെയും. അമ്മേൻ്റെ മുഖം കോരിയെടുത്ത് ഉമ്മകൾ കൊണ്ട് മൂടുന്നതിനിടയിലും ഒലിച്ചിറങ്ങിയ കണ്ണീർ മതിയായിരുന്നു കാശി അവർക്ക് ആരാണെന്നറിയാൻ. തലയ്ക്ക് പിന്നിൽ 4 സ്റ്റിച്ച് ഉണ്ടായിരുന്നുവെങ്കിലും കൈക്കൊടിവും. പിന്നീടുള്ള ദിവസങ്ങളിൽ കാശി അവരുടെ സ്നേഹവും വാത്സല്യവും അനുഭവിച്ചറിയുകയായിരുന്നു. അമ്മ വന്നത് മുതൽ ഞാൻ അമ്മയെ അവഗണിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ. എൻ്റെ അമ്മയ്ക്ക് പകരമാവാൻ അവർക്കൊരിക്കലും കഴിയില്ലെന്നായിരുന്നു ഞാൻ കരുതിയത്. എന്നാൽ ഞാൻ മനസ്സിലാക്കുകയായിരുന്നു അവർക്ക് എന്നോടുള്ള സ്നേഹം എത്ര വലുതാണെന്ന്. ഒരു പക്ഷേ എൻ്റെ സ്വന്തം അമ്മയ്ക്ക് പോലും എന്നെ ഇത്രയ്ക്ക് മനസ്സിലാക്കാനോ സ്നേഹിക്കാനോ കഴിയില്ലായിരുന്നു എന്ന് വരെ തോന്നിപ്പോവാറുണ്ട്. എനിക്ക് 11 വയസ്സുള്ളപ്പോഴാണ് വിച്ചു ജനിച്ചത്. അവൾ ഞങ്ങൾക്കിടയിലേക്ക് വന്നപ്പോൾ പോലും അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹത്തിൻ്റെ ഒരു തരിവ് കുറവ് പോലും വന്നിട്ടില്ല. എൻ്റെ മുഖമൊന്ന് വാടിയാൽ എൻ്റെ മനസ്സിലെന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ പോലും അമ്മയ്ക്ക് വേഗം മനസ്സിലാവും. എങ്കിലും എനിക്കും സംശയമുണ്ടായിരുന്നു അമ്മ എന്തുകൊണ്ടാണ് ഒരു 2ാം വിവാഹത്തിന് സമ്മതിച്ചതെന്ന്. പിന്നീട് അതിനുള്ള ഉത്തരവും എനിക്ക് കിട്ടിയത്. മനക്കൽ സേതുനാഥനെ അവൻ പോലും അറിയാതെ പ്രണയിച്ച കാര്യസ്ഥൻ്റെ മകൾ ഭവാനിയെ. അവൾ ഒരിക്കലും തൻ്റെ പ്രണയം സേതുവിനോട് പറഞ്ഞിരുന്നില്ല. ഒരു പക്ഷേ അർഹതയില്ലാത്തതാണെന്ന് കരുതിയിട്ടാവാം. അങ്ങനെ ഇരിക്കെയാണ് സേതുനാഥൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്. സേതുവിൻ്റെ സന്തോഷത്തിനു വേണ്ടി അവൾ തൻ്റെ പ്രണയത്തെ ഉള്ളിലൊതുക്കി. വസുന്ധരയ്ക്ക് ഒരു നല്ല സുഹൃത്തായി മാറി. എങ്കിലും മറ്റൊരു വിവാഹത്തിന് മുതിർന്നില്ല. എല്ലാം അറിയാവുന്ന അവളുടെ അച്ഛനും അതിന് നിർബന്ധിച്ചില്ല. പിന്നീട് അവളുടെ ശ്രദ്ധ പഠനത്തിലേക്ക് മാത്രമായി. ഇതിനിടയിൽ സേതുവിന് കുഞ്ഞു ജനിച്ചു. ആ കുഞ്ഞിന് പേര് കണ്ടെത്തിയതും ഭവാനിയായിരുന്നു. അങ്ങനെ അവൾക്ക് ജോലി ലഭിച്ച് മറ്റൊരിടത്തേക്ക് പോയി. വർഷങ്ങൾക്ക് ശേഷം വസുന്ധരയുടെ മരണത്തിനായിരുന്നു അവൾ നാട്ടിലെത്തിയത്. പിന്നെ സേതുവിൻ്റെ ജീവിതത്തിലേക്കും. കാശി പറഞ്ഞു നിർത്തി. കാശിയുടെ മുഖത്തേക്ക് നോക്കിയ അനഘ അവൻ്റെ കണ്ണുകൾ കലങ്ങിയത് കണ്ടു. ഇത്രയും നാൾ കുസൃതി നിറഞ്ഞ കണ്ണുകൾ നിറഞ്ഞത് കണ്ട് അവൾക്ക് വല്ലാതെയായി. പെട്ടെന്നുണ്ടായ തോന്നലിൽ അനഘ കാശിയുടെ കൈകൾക്ക് മേലെ തൻ്റെ കൈവച്ചു. ഇത് സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണടോ. തനിക്കറിയോ, എനിക്ക് ലഭിച്ച പുണ്യമാണ് എൻ്റെ അമ്മ. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു പാവം. അതെ ഡോക്ടറെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്നെ എന്തിനാ ഡോ താൻ എന്നൊക്കെ വിളിക്കുന്നത്? അമ്മയും വിച്ചുവൊക്കെ വിളിക്കുന്നത് പോലെ ലച്ചു എന്ന് വിളിച്ചൂടെ? കാശിയുടെ കണ്ണുകൾ പിന്നെയും നിറയുന്നത് കണ്ട അനഘ വിഷമം മാറ്റാനായി ചോദിച്ചു. ഓഹോ, ഓക്കെ, എന്ന് ഞാൻ ഇനി മുതൽ ലക്ഷ്മി എന്ന് വിളിച്ചോളാം.
എന്താ പോരെ? കാശി ചിരിയോടെ ചോദിച്ചു. അതെന്താ ഡോക്ടറെ ലക്ഷ്മി എന്ന് വിളിക്കുന്നത്? താൻ എന്നെ ഡോക്ടറെ എന്നല്ലേ വിളിക്കുന്നത്, അതുപോലെ ഞാൻ ലക്ഷ്മി എന്ന് വിളിച്ചോളാം. കാശി തൻ്റെ പതിവെ കുസൃതി ചിരിയോടെ പറഞ്ഞു. അത് കാണുക അനഘയുടെ ചുണ്ടിലും ചിരി വിരിഞ്ഞു. അപ്പം ലക്ഷ്മി, നമുക്ക് പോയാലോ? അതിനെന്താ ഡോക്ടറെ, പോവാലോ. രണ്ടുപേരും ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് കാറിനടുത്തേക്ക് നടന്നു. കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ കാശിയുടെ ഫോൺ റിങ് ചെയ്തു. അമ്മയാ. ഡിസ്പ്ലേയിൽ പേര് കണ്ട് കാശി കോൾ കണക്ട് ചെയ്ത് സ്പീക്കറിൽ ഇട്ടു. കാശി, നിങ്ങൾ തിരിച്ചു പോന്നോ? നല്ല മഴക്കോളുണ്ട്, നേരം കളയാതെ വേഗം ഇറങ്ങിക്കോ. മറുഭാഗത്തു നിന്നും ഭവാനിയുടെ സ്വരം കേട്ടു. ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക അമ്മേ. ലച്ചു എവിടെ? അമ്മയുടെ ലച്ചു എൻ്റെ കൂടെ തന്നെ ഉണ്ട്. മോൾക്ക് അസ്വസ്ഥത ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വിച്ചു ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ല, കുറച്ച് കഴിഞ്ഞേ വന്നോളാം എന്നാ പറഞ്ഞത്. വരാമെന്ന് പറഞ്ഞല്ലോ, ഭാഗ്യം. മക്കൾ വേഗം ഇങ്ങ് വന്നേക്ക്, അമ്മ വെക്കട്ടെ. ശരിയമ്മേ. വിച്ചുവും അശ്വതിയും ചെറുപ്പം മുതലേ ഉള്ള കൂട്ടാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സാധാരണ പിറ്റേന്നാ വീട്ടിലേക്ക് വരാറുള്ളൂ. ഇപ്പം നീയുള്ളത് കൊണ്ടാവും അവിടെ നിൽക്കാത്തത്. ഭവാനി ഫോൺ വെച്ചതും കാശി പറഞ്ഞു. കാശി കാർ സ്റ്റാർട്ട് ചെയ്തു. ആകാശം ഇരുണ്ടു നിന്നിരുന്നു. കുറച്ച് കഴിയൽ മഴ പെയ്തു തുടങ്ങി. അനഘ തുറന്നിട്ട ഗ്ലാസ്സിലൂടെ ചാറ്റൽ മഴയെ ആസ്വദിച്ചു. പോകെ പോകെ മഴയ്ക്ക് ശക്തി കൂടി. ലക്ഷ്മി, ഗ്ലാസ് ഉയർത്തിക്കേ, വെറുതെ മഴ നനയണ്ട. ഗ്ലാസ് ഉയർത്താതെ മുഖം ഡോറിനടുത്തേക്ക് വെച്ച് മഴ നനയുന്ന അനഘയെ കണ്ട് കാശി പറഞ്ഞു. കാശി പറഞ്ഞത് ശ്രദ്ധിക്കാതെ അവൾ പ്രവൃത്തി തുടർന്നു. ഡി. കാശി ഒച്ചയിട്ടതും അനഘ ഞെട്ടി തല ഉള്ളിലേക്കിട്ട് അവനെ എന്താ എന്ന രീതിയിൽ നോക്കി. മഴ കൊണ്ടിട്ട് വേണം ഓരോ അസുഖം വരുത്തി വെക്കാൻ, അവിടെ അടങ്ങിയിരിക്ക്. കാശി അനഘയുടെ സൈഡിലെ ഗ്ലാസ് ഉയർത്താനുള്ള ബട്ടൺ അമർത്തി കപട ദേഷ്യത്തോടെ പറഞ്ഞു. അനഘ കാശിയെ കൂർപ്പിച്ചു നോക്കി. എന്താടി നോക്കി പേടിപ്പിക്കുന്നത്, ഉണ്ടക്കണ്ണി. അനഘ കാശിയെ നോക്കി മുഖം കോട്ടി കെറിവിച്ചിരുന്നു. കാശിയിൽ അതൊരു ചിരി വിരിയിച്ചു. അനഘ ഒന്നും മിണ്ടാത്തത് കാരണം കാശി കാറിലെ FM ഓൺ ചെയ്തു. കാശി അനഘയെ നോക്കിയപ്പോൾ അനഘ ഡോറിൽ തലവെച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. കാശി ഒന്ന് ചിരിച്ച് ഡ്രൈവിങ്ങിലേക്ക് ശ്രദ്ധ ചരിച്ചു. വീട്ടിലെത്തിയപ്പോഴും മഴ നിന്നിരുന്നില്ല. പോർച്ചിൽ നിന്നും കുറച്ച് നടന്നാലേ ഉമ്മറത്തെത്തുമായിരുന്നുള്ളൂ. നീ ഇറങ്ങണ്ട, ഞാൻ പോയി കുടയുമായിട്ട് വരാം. സീറ്റ് ബെൽറ്റ് ഊരി കാശി കാറിൻ്റെ ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ മഴ നനയില്ലേ? അനഘ ചോദിച്ചതിന് കാശി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഡോറ് തുറന്നിറങ്ങി. കാശി ഉമ്മറത്തേക്ക് ഓടിക്കയറുമ്പോൾ സേതു കുടയുമായി ഇറങ്ങി വരാൻ നോക്കുകയായിരുന്നു. കാശി സേതുവിൻ്റെ കയ്യിൽ നിന്നും കുടയും വാങ്ങി തുറന്ന് കാറിനടുത്തേക്ക് നടന്നു. കാശി അനഘ ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്ന് ഡോറ് തുറന്നു കൊടുത്തു. അനഘ പതിയെ പുറത്തേക്കിറങ്ങി കുടയിലേക്ക് കയറി നിന്നു. മഴയുടെ ശക്തിയിൽ രണ്ടുപേരും നന്നായി നനയുന്നുണ്ടായിരുന്നു. കാശി തൻ്റെ കൈ പിന്നിലൂടെ കൊണ്ടുവന്ന് അനഘയുടെ തോളിൽ വെച്ച് അവളെ തൻ്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി. അനഘ പെട്ടെന്ന് ഞെട്ടലോടെ കാശിയെ നോക്കി. അതേസമയം തന്നെ കാശി അനഘയ്ക്ക് നേരെയും നോക്കി. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ കൊരുത്തു. ഒരു നിമിഷം കണ്ണുകൾ പിൻവലിക്കാൻ രണ്ടുപേർക്കുമായില്ല. അനഘ ഒരു പിടച്ചിലോടെ കണ്ണുകൾ താഴ്ത്തി. കാശി അവളെയും ചേർത്ത് നിർത്തി ഉമ്മറത്തേക്ക് കയറി. സേതുവും ഭവാനിയും അവരെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഭവാനി കയ്യിലെ തോർത്തെടുത്ത് അനഘയുടെ നനഞ്ഞ മുടി തുവർത്തി കൊടുത്തു. ഭവാനിയെ കാണി അനഘയ്ക്ക് കാശി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വന്നു. അത് അവൾക്ക് അവരോടുള്ള സ്നേഹം കൂട്ടി. അമ്മേ. ഭവാനി അനഘയുടെ മുടി തുവർത്തി കൊടുക്കുന്നത് കണ്ട് കാശി കുട്ടികളെ പോലെ ചിനുങ്ങി ചുണ്ട് പിളർത്തി നിന്നു. ഭവാനി ചിരിച്ചുകൊണ്ട് കാശിക്കടുത്ത് ചെന്ന് അവൻ്റെ തലയും തുവർത്തി. അനഘ മുകളിലേക്ക് ചെന്ന് നനഞ്ഞ വസ്ത്രം മാറ്റി താഴേക്ക് പോയി ഉമ്മറത്തെ കസേരകളിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. സേതുവും ഭവാനിയും അരികിലിരുന്നു. ഡ്രസ്സ് മാറി വന്ന കാശിയും അവരുടെ കൂടെ കൂടി. മഴ പെയ്ത് തോർന്നിരുന്നു. അവരെല്ലാവരും കൂടി സംസാരിച്ചിരിക്കുന്നതിനിടയിലേക്കാണ് ഗേറ്റ് കടന്നൊരു കാറ് മുറ്റത്തേക്ക് വന്നത്. ഡോറ് തുറന്ന് വിച്ചുവും അശ്വതിയും ഇറങ്ങി. അശ്വതിയുടെ ഏട്ടനായിരുന്നു കൊണ്ടുവന്നത്. അവരെ രണ്ടുപേരെയും ഇറക്കി തിരിച്ചുപോയി. അവരകത്തേക്ക് കയറി. അശ്വതി അന്നിവരുടെ കൂടെ നിൽക്കാനാണ് വന്നത്. അശ്വതി വിച്ചുവിനെ പോലെ തന്നെ ഒരു വായാടിയായിരുന്നു. അവൾ അനഘയോട് പെട്ടെന്ന് തന്നെ കൂട്ടായി. രാത്രി കിടക്കാൻ നേരവും അശ്വതിയും വിച്ചുവും അനഘയുടെ കൂടെ തന്നെയായിരുന്നു. ഭവാനി അടുക്കളയിൽ നിന്ന് പണിയൊതുക്കി കിടക്കാനായി മുറിയിലേക്ക് പോകുന്ന ഭവാനി നടുമുറ്റത്തെ തിണ്ണയിൽ കിടക്കുന്ന കാശിയെ കണ്ട് അങ്ങോട്ടേക്ക് ചെന്നു. അമ്മയുടെ കാശിക്ക് ഉറക്കൊന്നുമില്ലേ? കാശിയുടെ അടുത്ത് ചെന്നിരുന്ന് ചോദിച്ചു. കാശി ഭവാനിയെ നോക്കി ഒന്ന് ചിരിച്ച് അവരുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. ഭവാനിയുടെ കൈകൾ അവൻ്റെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? കുറച്ച് സമയത്തിനു ശേഷം കാശി മുഖം ചരിച്ച് ഭവാനിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു.
എന്താ മോനെ? ഞാൻ അമ്മയുടെ സ്വന്തം മകനല്ലാഞ്ഞിട്ടും അമ്മയ്ക്ക് എങ്ങനെ എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നു? അതിന് നീ എൻ്റെ മോനല്ലെന്ന് ആരാ പറഞ്ഞത്? കാശിയുടെ ചോദ്യം കേട്ട ഭവാനി ഒന്ന് കാശിയെ നോക്കി, പിന്നെ പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ചെറുപ്പം മുതലേ കാണുന്ന ആളായിരുന്നു സേതുവേട്ടൻ. എപ്പോഴാ അദ്ദേഹം എൻ്റെ മനസ്സിൽ കൂടിയതെന്ന് എനിക്കറിയില്ല. പക്ഷെ പേടിയായിരുന്നു ആ നാട്ടിലെ പ്രമാണിയുടെ മകനെ അവരുടെ കാര്യസ്ഥൻ്റെ മകൾ പ്രേമിക്കുക. ഒരിക്കലും അർഹിക്കാൻ കൂടെ പറ്റാത്ത കാര്യം ആരെയും അറിയിക്കാതെ ഉള്ളിൽ കൊണ്ടു നടന്നു. പെട്ടെന്നൊരു നാൾ സേതുവേട്ടൻ്റെ കല്യാണം നിശ്ചയിച്ചു എന്നത് എനിക്ക് താങ്ങാൻ കഴിയാത്ത വാർത്തയായിരുന്നു. ആകെ തളർന്നു പോയെങ്കിലും ആരോടൊന്നും പറയാതെ നടന്നു. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ മാറ്റങ്ങൾ മനസ്സിലായിരുന്നു. സേതുവേട്ടൻ്റെ അച്ഛൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്ന അച്ഛന് ആരെങ്കിലും അറിഞ്ഞാലോ എന്ന പേടിയായിരുന്നു. അമ്മ എന്നെ ചേർത്ത് പിടിച്ചൊന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, നമുക്കർഹിക്കാത്തത് നമ്മൾ ഒരിക്കലും പിടിച്ചെടുക്കരുത്. ഇനി അഥവാ അത് ദൈവം നമുക്കായി നിശ്ചയിച്ചത് അവരാണെങ്കിൽ എന്തൊക്കെ നടന്നാലും അത് നമ്മളിലേക്ക് തന്നെ എത്തും. സേതുവേട്ടൻ വസു ചേച്ചിയെ കല്യാണം കഴിക്കുന്നത് നെഞ്ചു തകർന്നാണ് ഞാൻ കണ്ടു നിന്നത്. ചേച്ചി ഒരു പാവമായിരുന്നു. തറവാട്ടിലെ ചേച്ചിയുടെ കൂട്ട് ഞാനും. ചേച്ചിക്ക് സേതുവേട്ടൻ എന്ന് വെച്ച ജീവനാണ്. സേതുവേട്ടൻ്റെ മുഖത്തെ സന്തോഷം അത് മതിയായിരുന്നു എനിക്ക്. അല്ലെങ്കിലും നമ്മളൊരാളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ അവരുടെ സന്തോഷത്തിനാവും പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ ഇരിക്കെയാണ് വസു ചേച്ചി ഗർഭിണിയാണെന്ന് അറിയുന്നത്. ഒരു പക്ഷേ മറ്റാരെക്കാളും അന്ന് സന്തോഷിച്ചത് ഞാനായിരിക്കും. ഞാൻ കൂട്ടിവെച്ച കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു എൻ്റെയും സേതുവേട്ടൻ്റെയും കുഞ്ഞ്, അതും ഒരാൺകുഞ്ഞ്. നീ ചേച്ചിയുടെ വയറ്റിലാണ് വളർന്നതെങ്കിലും നിന്നെ ഞാനും മനസ്സുകൊണ്ട് ഗർഭം ധരിച്ചിരുന്നു. നിന്റെ ഓരോ വളർച്ചയും ചേച്ചിയുടെ കൂടെ ഞാനും അനുഭവിച്ചറിഞ്ഞു. നിന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ചേച്ചി അനുഭവിച്ച അതേ പേറ്റുനോവ് ഞാനും അറിഞ്ഞിരുന്നു. നീ ജനിച്ചു കഴിഞ്ഞ് നിന്റെ നിഴൽ പോലെ കൂട്ടിന് ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ നീ ആദ്യമായിട്ട് ചേച്ചി അമ്മയെന്ന് വിളിച്ചപ്പോൾ, സേതുവേട്ടനെ നഷ്ടമായപ്പോൾ ഞാൻ ഇത്രയും വേദനിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ മുന്നിൽ നിന്ന് ചേച്ചിയെ അമ്മയെന്ന് വിളിക്കുന്ന ഓരോ നിമിഷവും എൻ്റെ നെഞ്ചിൽ ആഞ്ഞൊരു കുത്തുന്നത് പോലെ തോന്നി. ഇനിയും കാണാനും കേൾക്കാനും ത്രാണിയില്ലാഞ്ഞിട്ടാണ് ഞാൻ മറ്റെവിടേക്കെങ്കിലും പോവാൻ തീരുമാനിച്ചത്. നിന്നെ വിട്ടുപോയെങ്കിലും ഞാൻ അച്ഛനയക്കുന്ന എല്ലാ കത്തുകളിലും നിന്നെക്കുറിച്ചായിരുന്നു എനിക്കറിയേണ്ടിയിരുന്നത്. പിന്നെ നിന്റെ വളർച്ചയെല്ലാം അച്ഛൻ്റെ എഴുത്തിലൂടെ ഞാൻ അറിഞ്ഞു. ഒരിക്കൽ അച്ഛൻ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് വന്ന് എന്നെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. ഞാൻ എന്താ കാര്യം എന്ന് ചോദിച്ചിട്ടൊരു മറുപടിയും തന്നില്ല. സേതുവേട്ടൻ്റെ വീട്ടിലെത്തിയ വസു ചേച്ചി മരിച്ച വിവരം ഞാൻ അറിഞ്ഞത്. തകർന്നു നിൽക്കുന്ന സേതുവേട്ടനെ നോക്കിയ മനസ്സിനും ശരീരത്തിനും ആകെ ഒരു മരവിപ്പായിരുന്നു. ചേച്ചിയുടെ അടുത്ത് ആരെയും നോക്കാതെ നിൽക്കുന്ന നിന്നെ എൻ്റെ മാറോട് ചേർത്ത് പിടിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. നീ പൊട്ടിക്കരയുമ്പോൾ ഞാനുണ്ട് നിനക്കെന്ന് ആശ്വസിപ്പിക്കാനും. പക്ഷേ നിനക്ക് ഞാൻ വെറും ഒരു അപരിചിതയായിരുന്നു. പിന്നെ സേതുവേട്ടൻ്റെ ഭാര്യയായി മാറിയപ്പോഴും ഏറെ ആഗ്രഹിച്ച ജീവിതം കിട്ടിയതിൻ്റെ സന്തോഷമല്ലായിരുന്നു. നീ എന്നെ അമ്മയായി കണ്ടില്ലെങ്കിലോ എന്ന ഭയമായിരുന്നു എന്നിൽ. കാരണം സേതുവേട്ടൻ്റെ ഭാര്യയാവുന്നതിനേക്കാൾ നിന്റെ അമ്മയായാൽ മതിയായിരുന്നു. നീ എൻ്റെ കുഞ്ഞല്ലേ കാശി. ആ നിന്നെ എനിക്കെങ്ങനെയാ സ്നേഹിക്കാതിരിക്കാനാവുക? ഭവാനി പറഞ്ഞു തീർന്നപ്പോഴേക്കും ഉതിർന്നു വീണ കണ്ണുനീർ തുള്ളികൾ കാശിയുടെ നെറ്റിൽമേൽ പതിച്ചു. കാശി മടിയിൽ നിന്നും എഴുന്നേൽക്കുന്നത് കണ്ട ഭവാനി കൈകൾ കൊണ്ട് കണ്ണുനീർ തുടച്ചു. അയ്യേ, എൻ്റെ അമ്മക്കുട്ടി കരയുന്നു. ചെറിയ കുട്ടികളെ പോലെ മോശമാണേ. കാശി ഭവാനിയുടെ കണ്ണുനീർ തുടച്ച് നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു. തൻ്റെ കണ്ണിലൂറിയ കണ്ണുനീരിനെ ഭവാനി കാണാതെ കാശി തുടച്ചു മാറ്റി. അമ്മക്കുട്ടി, കാശി വിളിച്ചതിന് ഭവാനി ഒന്ന് മൂളി. പിണക്കമാണോ എൻ്റെ ഭവാനിക്കുട്ടിക്ക്? പോടാ, നീ എന്നോട് മിണ്ടണ്ട. ഞാൻ മിണ്ടും. എൻ്റെ അമ്മയുടെ പിണക്കഞ്ഞ് മാറ്റാൻ ഞാനൊരു പാട്ട് പാടിത്തരട്ടെ? കാശി ചോദിച്ചത് കേട്ട് ഭവാനി അവനെ നോക്കി സമ്മതം എന്ന രീതിയിൽ പുഞ്ചിരിച്ചു. കാശി ഭവാനിയുടെ മടിയിലേക്ക് തലചായ്ച്ച് കിടത്തി. ഇത് കണ്ടു നിന്ന സേതു ഒരു ചിരിയോടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് മുറിയിലേക്ക് തിരികെ പോയി. കാശി നോക്കുമ്പോൾ ഭവാനി മടിയിൽ സുഖമായി ഉറങ്ങുന്നതാണ് കണ്ടത്. അവൻ പതിയെ അവരെ ഉണർത്താതെ തലമടിയിൽ നിന്ന് മാറ്റിവെച്ച് ഭവാനിയെ കൈകളിലെടുത്ത് റൂമിൽ കൊണ്ട് ചെന്ന് കിടത്തി. സേതുവും ഭവാനിക്ക് പുതപ്പിച്ചു കൊടുത്ത ശേഷം ശബ്ദമുണ്ടാക്കാതെ വാതിൽ ചാരി പുറത്തേക്ക് പോയി. കാശി പോയതും കണ്ണുകൾ തുറന്ന് സേതു ചെരിഞ്ഞു കിടന്ന് ഭവാനി തൻ്റെ ദേഹത്തോട് ചേർത്ത് കിടത്തി കണ്ണുകൾ അടച്ചു.